തെരഞ്ഞെടുപ്പുകൾ വെറും ഭരണാധികാരികളെ തെരഞ്ഞെടുക്കാനല്ല, അത് ഒരു ജനതയുടെ അതിജീവനത്തിന്റെ അടയാളപ്പെടുത്തലുകളാണ്. ഫെബ്രുവരി 12-ന് ബംഗ്ലാദേശ് വീണ്ടും പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുമ്പോൾ ലോകം ഓർക്കുന്നത് അരനൂറ്റാണ്ട് മുൻപുള്ള ഒരു ഭീകരമായ രാത്രിയെക്കുറിച്ചാണ്. ഒരു ജനത ഒന്നടങ്കം വോട്ട് ചെയ്തിട്ടും അവർക്ക് അധികാരം നിഷേധിക്കപ്പെട്ടപ്പോൾ ജനിച്ച ചോരയുടെ ചരിത്രം. 1970-ൽ പാകിസ്ഥാൻ ആദ്യമായി ഒരു പൊതു തെരഞ്ഞെടുപ്പ് നടത്തി. അന്ന് കിഴക്കൻ പാകിസ്ഥാനിലെ ജനങ്ങൾ ഒന്നടങ്കം ഷെയ്ഖ് മുജിബുർ റഹ്മാന്റെ അവാമി ലീഗിന് വോട്ട് നൽകി. ജനാധിപത്യം അനുസരിച്ച് അധികാരം അദ്ദേഹത്തിന് നൽകണമായിരുന്നു. പക്ഷേ പശ്ചിമ പാകിസ്ഥാനിലെ സൈനിക മേധാവികൾക്ക് അത് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അവർ ചർച്ചകൾ വൈകിപ്പിക്കുകയും പട്ടാള നിയമം ഏർപ്പെടുത്തുകയും ചെയ്തു. ഒടുവിൽ മുജിബുർ റഹ്മാനെ അറസ്റ്റ് ചെയ്യുകയും ജനങ്ങളുടെ തിരഞ്ഞെടുപ്പ് വിധിയെ തള്ളിക്കളയുകയും ചെയ്തു. ഇതോടെയാണ് കിഴക്കൻ പാകിസ്ഥാനിൽ സിവിൽ നിയമ ലംഘന പ്രസ്ഥാനം ആരംഭിച്ചത്. എന്നാൽ ജനാധിപത്യത്തിന്റെ നാവടക്കാൻ അവർ തോക്കുകൾ പുറത്തെടുത്തു. ആ നിഷേധത്തിന്റെ തുടർച്ചയായിരുന്നു 1971 മാർച്ച് 25 ഓപ്പറേഷൻ സെർച്ച് ലൈറ്റ് എന്ന പേരിൽ പാകിസ്ഥാൻ സൈന്യം തെരുവിലിറങ്ങി. അതൊരു സൈനിക നടപടിയായിരുന്നില്ല, സ്വന്തം പൗരന്മാർക്ക് നേരെ ഒരു രാജ്യം അഴിച്ചുവിട്ട വംശഹത്യ. ധാക്ക സർവകലാശാലയിൽ പഠിച്ചിരുന്ന വിദ്യാർത്ഥികളെയും അധ്യാപകരെയും നിരനിരയായി നിർത്തി അവർ വെടിവെച്ചു കൊന്നു. ഒരു രാത്രി കൊണ്ട് നഗരം ശ്മശാനമായി മാറി. വോട്ട് ചെയ്ത കൈകൾ അറുത്തു മാറ്റപ്പെട്ടു. ഇതിന്റെ വ്യാപ്തി ലോകം തിരിച്ചറിയാൻ തുടങ്ങിയപ്പോൾ ബംഗ്ലാദേശ് ഒരു ആഭ്യന്തര കലാപം എന്നതിനപ്പുറം അന്താരാഷ്ട്ര ശ്രദ്ധ നേടുന്ന മനുഷ്യാവകാശ ദുരന്തമായി മാറുകയായിരുന്നു. ലോകം ഈ സംഭവങ്ങളെക്കുറിച്ച് അറിഞ്ഞത് ആന്റണി മസ്കരൻ ഹാസ് എന്ന പത്രപ്രവർത്തകന്റെ റിപ്പോർട്ടിലൂടെയാണ്. സൈനിക സെൻസർഷിപ്പിന് കീഴിലുള്ള പാകിസ്ഥാനിൽ ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാൻ കഴിയില്ലായിരുന്നു. അതിനാൽ തന്റെ ജീവൻ തന്നെ പണയപ്പെടുത്തി ലണ്ടനിലേക്ക് കടന്നു. വംശഹത്യ എന്ന തലക്കെട്ടിൽ അദ്ദേഹം പുറത്തുവിട്ട വാർത്ത ലോകത്തെ തന്നെ നടുക്കുകയായിരുന്നു. പാകിസ്ഥാൻ സൈന്യം നടത്തിയ അതിക്രമങ്ങൾ ലോകത്തിനു മുന്നിൽ തെളിവായി നിരന്നു. ഒടുവിൽ ഇന്ത്യ ഇടപെട്ടു. 1971 ഡിസംബറിൽ ഇന്ത്യയുടെ സൈനിക ഇടപെടലിലൂടെ 13 ദിവസം നീണ്ട യുദ്ധത്തിനൊടുവിൽ പാകിസ്ഥാൻ കീഴടങ്ങി. 9 മാസത്തെ കണ്ണീരിനും ചോരയ്ക്കും ശേഷം ബംഗ്ലാദേശ് എന്ന സ്വതന്ത്ര രാജ്യം ജനിച്ചു. പക്ഷേ ആ വിജയത്തിന് നൽകേണ്ടി വന്ന വില വലുതായിരുന്നു. ലക്ഷക്കണക്കിന് മനുഷ്യർ കൊല്ലപ്പെട്ടു. കോടിക്കണക്കിന് ആളുകൾ അഭയാർത്ഥികളായി ഇന്ത്യയിലെത്തി. 1971 യുദ്ധത്തിൽ എത്ര പേർ മരിച്ചു എന്നത് ഇന്നും തർക്ക വിഷയമായി തുടരുകയാണ്. സ്വതന്ത്ര ഗവേഷകർ 3 മുതൽ 5 ലക്ഷം മരണങ്ങൾ കണക്കാക്കുന്നു. എന്നാൽ ബംഗ്ലാദേശ് ഈ കണക്ക് 3 ദശലക്ഷം ആണെന്ന് പറയുന്നു. കൃത്യമായ സംഖ്യയെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുമ്പോഴും ആ ദുരന്തത്തിന്റെ വ്യാപ്തി തർക്കമില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ ഓരോ തെരഞ്ഞെടുപ്പും അവർക്ക് വെറും രാഷ്ട്രീയമല്ല. ആ വോട്ടിന് 1971 രക്തത്തിന്റെ വിലയുണ്ട്. ജനാധിപത്യം നിഷേധിക്കപ്പെട്ടപ്പോൾ ഒരു രാജ്യം എങ്ങനെ വെന്തുരുകി എന്നതിന്റെ ഓർമ്മപ്പെടുത്തലാണത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ലൈവ് TV സബ്സ്ക്രൈബ് ചെയ്യൂ.